നമസ്കാരം, അഖിലാണ്. കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളോ മീഡിയയോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സോ പറഞ്ഞിട്ട് ഒരിക്കലും ഈ വാർത്ത നിങ്ങളുടെ ചെവിയിലെത്തത്തില്ല 100% ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. സമ്പൂർണ്ണ കേരളം, സാക്ഷരത കേരളം, ആരോഗ്യ കേരളം എന്നെല്ലാം പറയാൻ കൊള്ളാവുന്നതല്ലാതെ ലജ്ജിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് നമ്മുടെ നാടിന്. അത്രയ്ക്ക് വിഷമകരമായ ഒരു വാർത്ത. സാധാരണക്കാരനോ അല്ലെങ്കിൽ പട്ടിണി പാവപ്പെട്ടവർക്കും കിട്ടാത്ത നമ്മുടെ നാട്ടിലെ തുല്യനീതി എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വീണ്ടും 2 രക്തസാക്ഷികൾ കൂടിയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു അച്ഛന്റെ അമ്മയുടെ 2 പെൺകുട്ടികളാണ്, 17ഉം 19ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഈ ഒരാഴ്ചയിൽ മാത്രമായിട്ട്. എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഒരു ചാനലുകളും ഇതൊന്നും പറയാൻ തയ്യാറാത്തില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട മറ്റ് പല വാർത്തകളുണ്ടല്ലോ. രേണു സുധി അല്ലെങ്കിൽ മറ്റു അലവലാദികളുടെ പുറകെ നടന്ന് ഓരോരോ വാർത്തകൾ ചോർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ഷർദിന് പോലെ വിളമ്പി തരുമ്പോഴത്തേക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് കേരളത്തിലെ ആൾക്കാരുണ്ട്. ഇത്തരം വാർത്തകൾ എന്താണെന്നോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിക്കാനോ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിയുമില്ല. ഇത്രയും നാളെ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെടില്ല. എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോടെല്ലാം തൊഴുത്ത് കൈകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പരമാവധി ആളുകൾ ഈ വീഡിയോ എത്തിപ്പറ്റണം. കാരണം ആ വീട്ടിൽ അവശേഷിക്കുന്ന ഒരു ജീവനുണ്ട്. ആ കുട്ടിക്കെങ്കിലും നീതി ലഭിക്കുവാനായിട്ട് ഇത് പരമാവധി ആളുകളിൽ എത്തിയേ വേണം. ആ കുടുംബത്തിനും ആ പാവപ്പെട്ടവർക്കും നീതി ലഭിക്കണം. കേരളത്തിന്റെ ഇത്തരം ഒരു ലജ്ജാപരമായ ഒരു അവസ്ഥ ഓർത്തിട്ട് വെറും പുച്ഛത്തോട് മാത്രമാണ് ഞാൻ ഈ വാർത്ത പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തോ ആനയാണ്, മാടയാണ്, കോപ്പാണ്. നമ്മൾ ഒന്നുമല്ല. സത്യത്തിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നമുക്ക് ഇതുവരെ വികസിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഓർക്കുമ്പോഴത്തേക്ക് ഓരോ കേരളീയനും നാണിക്കണം. കണ്ണനല്ലൂർ, കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ചേരിക്കോണം എന്നൊരു ഭാഗത്ത് ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഹൈപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം കാരണമാണ് മരണപ്പെട്ടത്. 2 കുട്ടികളാണ്. കുട്ടികളിൽ ഏറ്റവും ഇളയ വ്യക്തിക്ക് മഞ്ഞപ്പിത്തം പിടിപെടുന്നു. അതിനെ തുടർന്ന് കൊല്ലം ആശ്രാമം ESI ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ തന്നെ മറ്റ് 2 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വരികയും അതേ കുട്ടികളെ അവിടെ തന്നെ എത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരച്ഛന്റെ ദയനീയാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പുൽപ്പായ വാങ്ങി അവിടെ വാർഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ കേരളം കൊണ്ട് നമ്മൾ വീമ്പ് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ ബെഡുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ 2 പെൺകുട്ടികൾക്ക് നിലത്തറയിൽ കിടക്കേണ്ടി വന്നു. അതും സ്വന്തം അച്ഛൻ വാങ്ങിക്കൊടുത്ത പുൽപ്പായിൽ. രോഗം അതിന്റെ അങ്ങേയറ്റം മൂർച്ഛനാവസ്ഥയിൽ എത്തിച്ച് സ്വന്തം പെൺകുട്ടികളുടെ വായിൽ നിന്ന് രക്തം വരെ വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു അമ്മയും ഒരു അച്ഛനും സ്വന്തം മക്കളുടെ ജീവന് വേണ്ടി കരഞ്ഞു പറഞ്ഞപ്പോൾ പോലും നമ്മുടെ അധികൃതർ ആരുടെയും കണ്ണ് തുറന്നിട്ടില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അവരെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു കൈ സഹായം ഉണ്ടായിട്ടില്ല. കാരണം അവന്റെ നിറം കറുപ്പാണ്, അവൻ സാധാരണപ്പെട്ടവനാണ്, അവന്റെ കയ്യിൽ ഒന്നും നൽകാനില്ല. അവൻ ഒരു കൊടിയുടെയോ ഒരു പാർട്ടിയുടെയോ ബന്ധമില്ലാത്തത് കൊണ്ട് മാത്രം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ വല്ലോ ആയിരുന്നുണ്ടെങ്കിൽ അവരെ പിന്താങ്ങാനും അവരുടെ മൂഡ് താങ്ങാനും ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. 19ഉം 17ഉം വയസ്സായ 2 പെൺകുട്ടികളെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ അമ്മയുടെയും വേദന ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഓരോ കുട്ടികളെയും ഓരോ ദിവസവും വളർത്തിക്കൊണ്ട് വരുന്നതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും എന്തുമാത്രം പ്രശ്നങ്ങളും എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ മാത്രമേ അവരെ ആ ഒരു രീതിയിൽ എത്തിക്കണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങളായ ഓരോ വ്യക്തികൾക്കും അറിയാം. അന്നേരം ഒരു കുടുംബത്തിലെ 2 പേരും നഷ്ടപ്പെടുന്ന അവരനുഭവിക്കുന്ന വേദന എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ നാട്ടിൽ സാധാരണപ്പെട്ടവന് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ്. അവിടെ എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു, എങ്ങനെ നിഷേധിക്കപ്പെട്ടു, ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യണം. പക്ഷെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഇതിലൊന്നും സമയമില്ല. നമ്മൾ മറ്റു പലതിന്റെയും പറയിലാണ്. ഇത് അങ്ങ് ബീഹാറിലോ അങ്ങ് ഉത്തർപ്രദേശിലോ അങ്ങ് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് അന്തിച്ചർച്ചയ്ക്ക് പറയാനായിട്ട് 100 കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരു പട്ടിയില്ല, ഒരുത്തനും ചോദിക്കാനും വരത്തില്ല. അത് വെറും പാവപ്പെട്ടവനായതുകൊണ്ട് അവന്റെ വാർത്ത പറയാനായിട്ട് ഇവിടെ ആരുമില്ല. ഒരു യൂട്യൂബേഴ്സും ഇല്ല, ഒരു മീഡിയ ചാനൽസും ഇല്ല, ഒരു വാർത്താ ചാനലുകളും വരത്തില്ല. പാവപ്പെട്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാവപ്പെട്ടവർ. സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ പട്ടയ ഭൂമിയിൽ, കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ പട്ടയ ഭൂമിയിൽ ഒരു കൊട്ടിൽ പോലെ ഒരു വീടടിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കുമാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെയൊക്കെ പോലെ സാധാരണപ്പെട്ടവരാണ്. അവരെ ഒന്നും സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. നമ്മുടെ നിയമമോ നമ്മുടെ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്കോ ആരും ഇവരെ ഒന്നും സംരക്ഷിക്കേണ്ടവരെ. പക്ഷെ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇവരെല്ലാം വേണം. നമ്മുടെ എല്ലാം മുന്നിൽ വന്ന് തൊഴുതു നിൽക്കുന്ന ഓരോ നേതാക്കന്മാരുടെ മുന്നിൽ ആ അച്ഛൻ മുട്ടുകുത്തി നിന്ന് തൊഴുതു പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന്. പക്ഷെ അവരെ ഒന്നും രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടായില്ല. അവരെ രക്ഷിക്കാൻ ആരും വരികയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ എല്ലാ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരൊക്കെ പോയാൽ എവിടം വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ഓരോ വ്യവസ്ഥകളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. നമ്മൾ ഹൈവേ പണിയുമ്പോഴും നമ്മൾ പോർട്ടുകൾ പണിയുമ്പോഴും വലിയ വലിയ ആഡംബരങ്ങൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊണ്ട് നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ഇല്ല എന്നുള്ളത്. ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ചിലപ്പോൾ കൈതൊട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഫുഡ് വരുന്നുണ്ടായിരിക്കും, മറ്റുള്ള സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായെങ്കിലും എല്ലാ വിധത്തിലുള്ള ആഡംബര തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 പെൺകുട്ടികൾക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തെരഞ്ഞു നോക്കാം, യൂട്യൂബിലായാലും മറ്റുള്ള വാർത്താ ചാനലുകളെല്ലാം തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല, കാണത്തില്ല, ഇതൊന്നും പുറത്തു വരത്തില്ല. നഷ്ടപ്പെട്ടത് ആ വീട്ടിലെ 2 പേരെയാണ്. ആ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ആ നഷ്ടം. കാരണം 19-17 വയസ്സായ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ഒരാൾ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റൊരാൾ പോലീസ് ട്രെയിനിങ്ങിലേക്ക് വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തിരിക്കുന്ന ആ പെൺകുട്ടികളെ നഷ്ടപ്പെട്ട ഒന്ന് ചിന്തിച്ച്, ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പണ്ടൊക്കെ ആണെന്ന് പറയാം ഒരു വീട്ടിൽ 5-6 പേരുണ്ടായിരുന്നു. ഒരേ വീട്ടിലെ 2 പേര് മരണത്തോടുകൂടി ഇല്ലാതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയച്ഛനെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കും? അത് നമ്മളൊന്ന് ചിന്തിക്കണം. 3ാമത്തെ ഒരു കുട്ടി ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മ കൊണ്ടും അവിടുന്ന് തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും അടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. കിംസിലാണ് ആ കുട്ടി ഇപ്പോൾ. ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഞാൻ അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കൊണ്ടുവന്നപ്പോഴും പറഞ്ഞു എമർജൻസിയാണ്, IC വെട്ടി കിടത്തണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞ ICയിൽ ബെഡില്ലെന്ന്. 4ാം വാർഡിൽ കൊണ്ടുവന്നൊരു നിലത്തിൽ പായൽ വെച്ച് കിടത്തി. നമ്മള് മിനിറ്റോറ് ചെന്ന് പറയണം അവർക്ക് മെഡിസിൻ കൊടുക്കാൻ. അവര് പറയുന്നത് സമാധാനപ്പെടമേ എന്ന് പറയുന്നതല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. ഇച്ചിരി കഴിയട്ടെ എന്നാണ് അവർ പറയുന്നത്. വ്യക്തിക്ക് കിംസ് പോലൊരു ഹോസ്പിറ്റൽ താങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപേക്ഷയാണ് നിങ്ങളോടല്ല. നമ്മുടെ എല്ലാം നാട്ടിൽ നടക്കുന്ന അവസ്ഥകൾ നിങ്ങൾ അറിയണം. നമ്മളെല്ലാം ഇതിനൊക്കെ പ്രതികരിക്കണം. മറ്റൊന്നും വേണ്ട. നമ്മുടെ എല്ലാം ഓരോരുത്തരും നമ്മുടെ മുന്നിലൊക്കെ ഇലക്ഷന്റെ സമയം വന്ന് തൊഴുകുന്നവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടിയിട്ട്? നിങ്ങൾ എന്താണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ബേസിക് സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വാ തുറന്ന് ചോദിക്കണം. അല്ലാതെ ഇടതിനും വലതിനും മാറി കുത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നമുക്ക് ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ മനസാക്ഷിയെങ്കിലും നമ്മൾ ബോധിപ്പിച്ചിരിക്കണം. ഒരു പട്ടിയെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ 100 പേര് വരുന്ന നാട്ടിലാണ് 2 കുട്ടികളെ അടുക്കടുക്കുള്ള ദിവസങ്ങളിൽ മരിച്ചിട്ട് ഇതേ ദിവസം വരെ ചോദിക്കാനായിട്ട് ഒരു പട്ടികൾ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് എന്തുമാത്രം ലജ്ജാകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേടന്റെ പാട്ടുകൾക്കും വേടന്റെ വരികൾക്കും കൈയടിക്കുന്ന ജനങ്ങൾ ഒന്ന് ചിന്തിക്കണം. ആ പാട്ടുകളുടെയും വരികളുടെയും അർത്ഥം നിങ്ങൾ നെഞ്ചിലേറ്റിയ ശേഷം അതെന്താണെന്ന് ഉൾക്കൊണ്ട ശേഷം നിങ്ങൾ കൈയടിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളുടെ കാഠിന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. വേറൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ആ വീട്ടിൽ ഒരു കുഞ്ഞു കൂടിയേ ബാലൻസ് ഉള്ളൂ. ഒരു കുഞ്ഞു കൂടി ആ വീട്ടിൽ ബാക്കിയുണ്ട്. ആ ജീവനെങ്കിലും നിലനിർത്താൻ, അവരെ സംരക്ഷിക്കാൻ അവരുടെ കൂടെ നമ്മളെല്ലാം ഉണ്ട് എന്നറിയിക്കാൻ നിങ്ങളുടെ ഒരു ഷെയർ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമോ ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തൊഴുകൈയോടെ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തി ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ സമയം മാറ്റിവെച്ചാൽ ചെയ്യുന്നതെന്നറിയാം. പക്ഷേ ഒരു ഷെയർ കൊണ്ട് ഒരു കുടുംബത്തിന് നീതി ലഭിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നാളെ നമുക്കും ഇതേ അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളും ഇതേ രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുകയാണ്, ഇത്തരം അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നാൽ മാത്രമേ എഴുത്തുള്ളൂ. നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോകുന്നവർ ആഡംബരം കൊണ്ടും മറ്റു രീതിയിലല്ല എന്തോ ആയിക്കോട്ടെ, കൈയിട്ട് വരികയോ ബാക്കിയുള്ള രീതിയിലുള്ള അഴിമതി കാണിക്കുകയോ എന്ത് തരത്തിലും ജീവിച്ചോട്ടെ. പക്ഷേ ഒരു നാട്ടിൽ അടിസ്ഥാനമായ സൗകര്യങ്ങൾ സാധാരണപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. സാധാരണപ്പെട്ടവർക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചാൽ മാത്രം സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന വാർത്തകളിലൂടെ ഓരോ വാർത്തകൾ കടന്നു വരികയും ചെയ്യും. ആ വാർത്തകളിലൂടെ എന്നെങ്കിലും അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. നിർത്തുന്നു. അഖിൽ വിഷം സൈനിങ് ഔട്ട്. ബൈ.